അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീക്ക് കൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാ ആഴ്ചയും നമ്മൾ ഒരുമിച്ചിരിക്കുന്ന, നമ്മുടെ ഈമാനിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, ഇഹലോകത്ത് സമാധാനവും പരലോകത്ത് സ്വർഗവും നേടാൻ ഉതകുന്ന തിരിച്ചറിവുകളാണ് ഹിമായ ദർസിലൂടെ അൽഹംദുലില്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, പൊതുവിൽ നിങ്ങൾ ദർസിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, നമുക്ക് തുടർച്ചാ വിഷയങ്ങൾ ദർസിൽ എന്തായാലും കൈകാര്യം ചെയ്യാൻ പറ്റൂല. എന്നാലും വ്യത്യസ്ത വിഷയങ്ങൾ, നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഒരു ഗൂഗിൾ ഫോം നമ്മൾ നൽകാറുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ നൽകുമ്പോൾ അതിൽ വളരെ ക്ലാരിറ്റിയോടുകൂടെ ഇന്ന വിഷയമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പൊതുവിൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്ന വിഷയമാണ് എങ്കിൽ അത്തരം വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, റെഡി ആണല്ലോ? റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒരു ആർന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. പ്രവാചക മാതൃകയിൽ മക്കളെ എങ്ങനെ വളർത്താം എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളൊക്കെ ആഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്തു, ഇസ്ലാം എങ്ങനെയാണ് കുട്ടികളെ വളർത്താൻ പറഞ്ഞത്, അവരോട് എങ്ങനെ ഇടപെടണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇടപെടണം, പ്രവാചക മാതൃകയിൽ മക്കളെ വളർത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് ടൈപ്പ് ചെയ്യാം. ബുഷ്റ മാം, അസ്മ മാം, സോഫിയ മാം, നുബില മാം, ഹിന, നഫീസ മാം, ഹജറ മാം. ഓക്കെ ഓക്കെ, മാഷാ. മിസ്രിയ മാം, ഗുഡ് ഗുഡ്, ബറക്കല്ലാഹു ഫീക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അതിനുള്ള 5 വഴികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പാരന്റിങ്ങിന്റെ 5 വഴികളാണ്, 5 സ്റ്റെപ്പുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിലൊന്നാമത്തത് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തത്, നമ്മൾ സ്നേഹം എന്ത് ചെയ്യണം, അത് ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കണം. എൻ്റെ ഉപ്പ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ഉമ്മ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് സ്വാഭാവികമായും
മക്കൾക്ക് ആ ഒരു ഫീലിംഗ് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആ ഫീലിംഗ് വരുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, സ്നേഹം പ്രകടിപ്പിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അതിൽ അറിയപ്പെട്ട ഹദീസാണ് അഖ്റബുനു ഹാബിസ് അത്തമീമി എന്ന ഗ്രാമീണനായ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഇബ്നു അലി, തന്റെ പേരക്കുട്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു, പേരക്കുട്ടിയെ ചുംബിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആരുണ്ട്? അഖ്റബുനു ഹാബിസ് അത്തമീമി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അപ്പൊ ഈ പേരക്കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടപ്പോ അഖ്റബ് പറഞ്ഞു, ഇന്നലി അശറത്തൻ മിനൽ വലദി മാ ഖബ്ബൽതു മിൻഹും അഹദ. എനിക്ക് 10 കുട്ടികളുണ്ട്, പക്ഷെ ഇന്നേ വരെ ഞാൻ ഒരു കുട്ടിയെയും ചുംബിച്ചിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മല്ലാ യർഹമു ലാ യുർഹം. കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കരുണ ചെയ്യുകയില്ല, അല്ലെങ്കിൽ കാരുണ്യം നൽകപ്പെടുകയില്ല. അപ്പൊ കരുണയുടെ സ്നേഹത്തിന്റെ ഭാഗമാണ് ചുംബിക്കുക എന്നുള്ളത്, മക്കൾക്ക് ചുംബനം കൊടുക്കുക എന്നുള്ളത്, അവരെ ഹഗ് ചെയ്യുക എന്നുള്ളത്, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, അവരുടെ കൂടെ കളിക്കുക എന്നുള്ളത്, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്, വാക്കുകൾ കൊണ്ട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക, അവരെ അഭിനന്ദിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത്, ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അവർ കേൾക്കെ തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഇതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ്. ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് 5 കാര്യങ്ങളെ പ്രത്യേകം പരിചയപ്പെടുത്താറുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചത്. കുട്ടികളുടെ കൂടെ നമുക്ക് സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ദിവസം ഒരു നിശ്ചിത സമയമെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ മാറ്റിവെച്ച് അവരുടെ വിശേഷങ്ങൾ ശരിക്ക് കേൾക്കാൻ, അവരോട് തുറന്ന് സംസാരിക്കാൻ, അവരെ ജഡ്ജ് ചെയ്യാതെ ഒന്ന് ശരിക്ക് കേൾക്കാൻ, അവരുടെ വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നു. അതൊക്കെ സ്നേഹത്തിന്റെ ഭാഷയാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ കുട്ടിക്ക് ഫീൽ ചെയ്യണമെന്ന് അറിയോ? ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്, എന്നെ ഈ ലോകത്തിന് ആവശ്യമുണ്ട്, എന്നെ സ്നേഹിക്കാൻ എൻ്റെ ഉമ്മയുണ്ട്, എന്നെ സ്നേഹിക്കാൻ എൻ്റെ ഉപ്പയുണ്ട്. ഈ ഫീലിംഗ് പലപ്പോഴും ഭൂരിഭാഗം കുട്ടികൾക്കും കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഭൗതികമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാകും, നമ്മൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാകും. പക്ഷെ അതുമാത്രമാകുമ്പോൾ അവർക്ക് ആ ഫീലിംഗ് കിട്ടിക്കൊള്ളണം എന്നില്ല. നേരെ മറിച്ച് അവരെ ചേർത്തി പിടിക്കുമ്പോൾ, അവർക്ക് മുത്തം നൽകുമ്പോൾ,
അവരുടെ പ്രവർത്തനങ്ങളിൽ നല്ലതിനെ അവർ ചെയ്യുന്ന എല്ലാ സമയത്തും തെറ്റുമാത്രം ചെയ്യുന്ന അവസ്ഥ അല്ലല്ലോ മക്കൾക്ക് ഉണ്ടാകുക. അവർ ചെയ്യുന്ന ചില ശരികൾ ഉണ്ടാകും. ആ ശരികളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശം, താല്പര്യം മക്കളിൽ ഉണ്ടാകും. അതാണ് ആ പ്രകടനം, ആ ഒരു സ്നേഹത്തിന്റെ പ്രകടനം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഒരു സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഓരോ പോയിന്റുകളും ഈ രീതിയിൽ പറയുന്നത്. ഓക്കെ, ഒന്ന് ക്ലിയർ ആണെങ്കിൽ 2 എന്ന് പറയും, 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഒന്ന് ക്ലിയർ ആണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, അദബ് പഠിപ്പിക്കുക. അദബ് പഠിപ്പിക്കുക. ഒരു കുട്ടി അദബ് ആദ്യം എവിടുന്ന പഠിക്കേണ്ടത്? സ്കൂളിൽ നിന്നാണോ? കോളേജിൽ നിന്നാണോ? മദ്രസയിൽ നിന്നാണോ? എവിടുന്ന പഠിക്കേണ്ടത്? ആദ്യം അദബ് പഠിക്കേണ്ട വീട്ടിൽ നിന്നാണ്. സീബാമേം പറയേണ്ടത് വീട്ടിൽ നിന്നാണ് അദബ് തുടങ്ങേണ്ടത്. നമ്മൾ സാധാരണ കേട്ടതാണ് ഉമ്മ മദ്രസ. ഉമ്മ എന്ന് പറഞ്ഞാൽ മദ്രസയാണ്, ആദ്യത്തെ വിദ്യാലയമാണ്, ആദ്യത്തെ പാഠശാലയാണ്. അവിടുന്ന് പഠിക്കണം എങ്ങനെ സത്യസന്ധരായി കഴിയണം, എങ്ങനെ സത്യം പറയണം, എങ്ങനെയാണ് ഓരോ സമയത്തും ഇടപെടേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പാലിക്കേണ്ട അദബുകൾ ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കുട്ടി ചെറുപ്പം മുതലേ കണ്ടുപഠിക്കുകയും കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിലും ശൈലിയിലും കുട്ടിക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. കണ്ടാൽ മാത്രം പോരാ, കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അതിഥികൾ വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നതിന് പകരം അതിന്റെ മറുവശം എന്താണ്, എങ്ങനെ പെരുമാറണമെന്ന് കുട്ടിയുടെ ഭാഷയിൽ കുട്ടിക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. ഒരു 5 കാര്യം പറഞ്ഞു കൊടുത്തു, കുട്ടി 1 ചെയ്തു അതിഥി വന്നപ്പോ, ആ 1 ചെയ്തതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ അടുത്ത പ്രാവശ്യം കുട്ടി 2 ചെയ്യും. അതിനും പ്രോത്സാഹനം കിട്ടുമ്പോൾ അടുത്ത പ്രാവശ്യം 4 എത്തും. അതിനും പ്രോത്സാഹനം കിട്ടുമ്പോൾ കുട്ടി 5 അതെത്തും. ഇങ്ങനെ ഓരോ അദബുകളും കോൺഷ്യസ് ആയി ബോധപൂർവം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും, സ്കൂളുകളിൽ നിന്ന് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, പേരൻസ് എന്ന നിലക്ക് ഇത് നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള സംസാരങ്ങൾ പലപ്പോഴും നടക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നോക്കി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു അബീ സലമ എന്ന സഹാബിക്ക് അദ്ദേഹം പറയണം, അദബ് പഠിപ്പിച്ചു കൊടുത്ത വളരെ സുന്ദരമായ ഹദീസ്. കുൻതു ഗുലാമൻ, ഞാൻ കുട്ടിയായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലിരിക്കുന്ന കുട്ടി, ആ പ്രായം. വകാനത്ത് യദി തതീഷു ഫി സഹ്ഫ, അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. എന്നൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തളികയിൽ എല്ലാവരും ഒരു തളികയിൽ നിന്ന്, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന അവസ്ഥ. അപ്പൊ ഈ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ ഇരുന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ കൈയിട്ട് വാരാണ്. കുട്ടിയാണ്, എങ്ങനെ കഴിക്കണം കുട്ടിക്ക് അറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോന് ഇസ്ലാമികമായ 3 അദബുകൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കണം. യാ ഗുലാം, മോനെ, സ്നേഹത്തോടുകൂടെ വിളിക്കണം. സമ്മില്ല, നീ ബിസ്മി പറയണം, ബിസ്മി ചൊല്ലണം, ബിസ്മില്ല എന്ന് പറയണം. ഭക്ഷണം കഴിക്കുമ്പോ മോൻ എന്ത് ചൊല്ലണം? ബിസ്മില്ല എന്ന് പറയണം. വകുൽ ബി യമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണം. വകുൽ മിമ്മാ യലീക, നിന്റെ അടുത്ത് നിന്ന് നീ കഴിക്കണം. അപ്പൊ എന്ത് ചെയ്യരുത്? എല്ലാവരുടെ ഭാഗത്തും കൈയിട്ട് വാരുന്ന അവസ്ഥ ഉണ്ടാകരുത്. അടുത്തുനിന്ന് കഴിക്കട്ടെ, മോന്റെ അടുത്തുനിന്ന് കഴിക്കുക. വലത് കൈ കൊണ്ട് കഴിക്കുക, ബിസ്മില്ല ചൊല്ലുക. ഇതൊക്കെ ചെറുപ്പത്തിൽ ഒരു തവണ പറഞ്ഞാൽ മതിയോ? എസ് പറഞ്ഞോ? ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതിയോ? ഇല്ല, ഒരു തവണ പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് ആവർത്തിച്ചു പറയണം. സ്വാഭാവികമാണ്, കുട്ടികൾ മറന്നുപോകും. അപ്പൊ സ്നേഹത്തോടുകൂടെ റിമൈൻഡ് ചെയ്യുക എന്നുള്ളത്, അതാ ഞാൻ പറഞ്ഞത്. പാരന്റിങ് എന്ന് പറഞ്ഞാൽ അത് അശ്രദ്ധയിൽ നടക്കേണ്ട സംഗതിയല്ല. അതിങ്ങനെ മക്കളിങ്ങനെ വളർത്തിപ്പോവുക, അങ്ങനെ പോവുക, അങ്ങനെ നടക്കേണ്ട പരിപാടിയേ അല്ല. അത് കോൺഷ്യസ് ആയി ബോധപൂർവം ഓരോ സമയത്ത് എന്തു പറയണം, എന്തു കൊടുക്കണം, അത് കൃത്യമായ ഒരു ധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉണ്ടാകണം. നമ്മളത് കൊടുക്കണം. അപ്പൊ കുട്ടിക്ക് ബിസ്മില്ല ചൊല്ലിക്കൊടുക്കണം എന്നുള്ള അറിവ് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് റിമൈൻഡ് ചെയ്യണം. കുട്ടി വലത് കൈ കൊണ്ട് കഴിക്കാൻ കുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. കുട്ടി മറന്നിട്ട് ചിലപ്പോ ഇടത് കൊണ്ട് കുടിക്കും. ചിലപ്പോ 2 കൈയിലും, ഒരു കയ്യില് വെള്ളമുണ്ട്, ഒരു കയ്യിൽ ചായ ഉണ്ട്, ഒരു കയ്യില് എന്തെങ്കിലും കടിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 2 കൈ കൊണ്ട് തിന്നുന്ന അവസ്ഥ വരും. അപ്പോഴൊക്കെ അവരെ റിമൈൻഡ് ചെയ്യുക. ആ, മോനെന്താ കഴിക്കാൻ മറന്നുപോയോ? വലത് കൈ കൊണ്ട് കഴിക്കാൻ മറന്നുപോയോ? മാറിയിട്ട് ഇടത് കൈ കൊണ്ട് കഴിക്കണ്ടോ? അപ്പൊ വേഗം കുട്ടികൾ വലത്തിലേക്ക് മാറ്റിപ്പിടിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തത് ഇവിടെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വലത് കൈ കൊണ്ട് കഴിക്കുക, വലത് കൈ കൊണ്ട് കുടിക്കണം വേണ്ടത്. അതെങ്ങനെ ചെയ്യണം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊടുക്കണം. ആ ഒരു പരിശീലനം നടക്കണം. മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ സാലത് തിൽക തുഅമതി ബഅദു, ചെറുപ്പത്തിൽ എന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ അദബ് പിന്നെ ഞാൻ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. എന്റെ ജീവിതകാലം മുഴുവൻ ആ അദബ് ഞാൻ ചേർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്ന് കൊടുക്കണം? വീടുകളിൽ നിന്ന് കിട്ടണം. എപ്പ കിട്ടണം? ചെറുപ്പം മുതലേ കൊടുക്കണം. കാരണം ചെറുപ്പത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ അർഹതയുള്ള സമയം. ശീലങ്ങൾ രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം. അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. 2 ക്ലിയർ ആണെങ്കിൽ 3 ടൈപ്പ് ചെയ്യാം. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. മൂന്നാമത്തത് ക്ഷമയും വിട്ടുവീഴ്ചയും പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്.
നമ്മൾ ക്ഷമിക്കുക, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക. എല്ലാറ്റിലും പിന്നാലെ കൂടുന്ന അവസ്ഥ ഉണ്ടാകരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവിടുത്തെ ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അനസ് റളിയല്ലാഹുവിനെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് 10ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഉമ്മ റസൂലുള്ളാഹിനെ ഏൽപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഖിദ്മത്ത് ചെയ്തു. അതിന് വേണ്ട, റസൂലുള്ളാഹിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവിടെ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ടീനേജിലേക്ക് വരുന്ന ഒരു പ്രായം, അല്ലെങ്കിൽ ടീനേജിന്റെ കാലഘട്ടത്തിലാണ് അതേ ഇടപെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞ ഒരവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും 10 കൊല്ലൊക്കെ നിൽക്കുമ്പോ എന്തൊക്കെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടിയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകാം, നമുക്ക് പറ്റാത്ത പല പെരുമാറ്റങ്ങളും ഉണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം ഖിദ്മത്ത് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് പറയാം. എന്താ എക്സ്പീരിയൻസ്? ഖദംതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 വർഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. ഫമാ ഖാല ലീ ഉഫിൻ, എന്നോട് പ്രവാചകൻ ഇതുവരെ ഛേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഛേ എന്താണ്, അങ്ങനെ വരെ പറഞ്ഞിട്ടില്ല. വല ഖാല ലി ഷൈഇൻ സനഅതുഹു ലിമ സനഅത, ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച്, അല്ല എന്തിനാണ് നീ അത് ചെയ്തത് എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. വല ലി ഷൈഇൻ തറക്തുഹു ലിമ തറക്ത, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ഒരു കാര്യത്തെക്കുറിച്ച് എന്താ നീ അത് ചെയ്യാതിരുന്നത് എന്നും ചോദിച്ചിട്ടില്ല. ഇതിനർത്ഥം എന്തല്ല, നമ്മൾ ഇസ്ലാമികമായിട്ട് നിസ്കരിക്കാത്തൊരു കുട്ടി എന്താ നിസ്കരിക്കാത്ത എന്ന് ചോദിക്കേണ്ട, അതൊന്നല്ല. അതിനുമപ്പുറം, ഇസ്ലാമികമായ കാര്യങ്ങൾക്കപ്പുറം നമ്മൾ പലപ്പോഴും ഓവറായി വിമർശിക്കുന്ന, എല്ലാ കാര്യങ്ങളും ചൂഴ്ന്നന്വേഷിക്കുന്ന, അതിൽ കുട്ടികളെ ചീത്ത പറയുന്ന, ആക്ഷേപിക്കുന്ന ആ ഒരു പ്രവണത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ഇല്ലാത്തതാണ്. ഒരു പോലീസിന്റെ റോളിൽ വരിക, മക്കളൊക്കെ ഒരു കള്ളന്റെ റോളിൽ. ശരിക്കും നമ്മൾ ആലോചിക്കുക, ഇന്നത്തെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഇത്തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളും മക്കളും തമ്മിലുള്ള ഒരു അകൽച്ചയുണ്ടാകുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥയിലാണ്. നമുക്കെത്ര വയസ്സായി, നമുക്കെത്ര പ്രായമായി, നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ പല വിഷയങ്ങൾക്കും ഗൗരവം കൊടുക്കുന്നത് പോലെ 10 വയസ്സുള്ള എൻ്റെ മോൻ, 8 വയസ്സുള്ള എൻ്റെ മോൾ, 14 വയസ്സുള്ള എൻ്റെ മോൻ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നത്, അതിൽ വാശി പിടിക്കുന്നത്, അതൊരു ശരിക്കൊരു ശരിയായ സംഗതിയല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അറിയാം ഒരു കുട്ടിയെ, പ്രത്യേകിച്ച് ഒരു ടീനേജുകാരനെ, അവരോടുള്ള ഇടപെടലുകളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭൂതക്കണ്ണാടി വെച്ച് നമ്മൾ പോകുന്ന പ്രായം. തൊട്ടതിനെല്ലാം വിമർശിക്കുന്ന സംഗതി. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ പറയേണ്ട സംഗതി പറയേണ്ട ശൈലിയും പറയേണ്ട രൂപത്തിലും ബോധ്യപ്പെടുത്തേണ്ട രീതിയിലും പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്.
നേരെ മറിച്ച് നമ്മുടെ ശൈലികൾ മാറുന്നു. എല്ലാ വിഷയത്തിലും ഒരേ നിലപാടും ഒരേ ഗൗരവവും നമ്മൾ സ്വീകരിക്കുന്നു. അതൊക്കെ അബദ്ധമാണ്. മനസ്സിലായോ? അതൊക്കെ അബദ്ധമാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷമ, സുബർ നമുക്ക് പാരന്റിങ്ങിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ക്ഷമയാണ്, വിട്ടുവീഴ്ചയാണ്. അത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് മൂന്നാമത്തത്. ക്ലിയർ ആണെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. നാലാമത്തത് നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ ഇടപെടൽ, നമ്മൾ കൊടുക്കുന്ന പരിഗണന, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശൈലിയൊക്കെ പലപ്പോഴും കുട്ടികൾ അതുപോലെ കോപ്പി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നന്നായി ശബ്ദമിട്ട് സംസാരിക്കുന്നു. കുട്ടി ശബ്ദമിട്ട് സംസാരിക്കുമ്പോ എവിടുന്ന ഈ ശബ്ദം ഇട്ടുന്നത് നിനക്ക് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ അത് പലപ്പോഴും നമ്മളിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ പല കാര്യങ്ങളും ചോദ്യം ചെയ്യുന്നത് എവിടെ അതൊക്കെ പഠിച്ചത് എന്ന് ചോദിക്കുന്നത് പലതും നമ്മളിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പെരുമാറിപ്പോകുന്നത് പോലും നമ്മൾ മറന്നു പോകുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര നല്ല ശൈലിയിലാണ്, രൂപത്തിലാണ് പെരുമാറിയത്. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. മഹാനായ സഹ്ലു ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതിയ ബിശറാബിൻ ഫശരിബ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാനീയം വരപ്പെട്ടു. പാലാകാം, എന്താകാം, എന്തുമാകാം, ഒരു പാനീയമാണ്. എന്നിട്ട് വഅൻ യമീനിഹി ഗുലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതു ഭാഗത്ത് ഒരു കുട്ടിയുണ്ട്. വഅൻ യസാരിഹി അൽ അശിയഖ്, ഇടതു ഭാഗത്ത് കുറേ പ്രായമുള്ള ആളുകളാണ്. ഒരു ഇസ്ലാമികമായ ഒരു മര്യാദ അനുസരിച്ച് വലതുഭാഗത്തു കൊണ്ടാണ് എന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും തുടങ്ങേണ്ടത്. അപ്പൊ റസൂലുള്ള കുറച്ച് കുടിച്ചിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യണം? അത് കൊടുക്കണം. അപ്പൊ ആർക്ക് കൊടുക്കണം? വലതുഭാഗത്തുള്ള ആൾ കൊണ്ടാണ് തുടങ്ങേണ്ടത്. പക്ഷെ വലതുഭാഗത്തൊരു കുട്ടിയാണ്. ഇടതുഭാഗത്താണെങ്കിൽ മുതിർന്നവരാണ്, പ്രായമുള്ളവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കുട്ടിയല്ലേ, ഇനി ഇവിടെ നോക്കണ്ട, വിൽക്കണ കൊടുക്കുക, വിളിക്ക് കൊടുത്ത് ബാക്കിയുടെ കുട്ടിയല്ലേ അല്ലേ? നമ്മൾ പലപ്പോഴും അത് കുട്ടിയല്ലേ ഓനെ കുഴപ്പമില്ല, കുട്ടിയല്ലേ, നമ്മളെ ശൈലിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി നോക്കൂ നിങ്ങൾ. ഏതൊരു കുട്ടിയുടെ മനസ്സും പിടിച്ചടക്കുന്ന ശൈലിയാണ്, സ്വഭാവത്തിന്റെ ഉടമയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവിടുന്ന് ചോദിക്കുകയാണ്, അതഅ്ദനു ലി അൻ നുഅ്തിയ ഹഉലാഇ, മോനെ ഇവർക്ക്, ഈ പ്രായമായ ആളുകൾക്ക് ഈ പാനീയം കൊടുക്കാൻ നീ എനിക്ക് പെർമിഷൻ തരൂ, നീ എന്നെ അനുവദിക്കുമോ? ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ലോകത്തിന്റെ പ്രവാചകനാണ്. ഇസ്ലാം പെർമിഷൻ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അതാണ് ആ സ്വഭാവ മഹിമ, അതാണ് ആ പെരുമാറ്റം. അപ്പൊ കുട്ടി പറഞ്ഞു, വല്ലാഹി ലാ വല്ലാഹി യാ റസൂലുള്ളാഹ്, ഇല്ല നബിയെ, അള്ളാഹനെ തന്നെയാണ് സത്യം, ഇല്ല. ലഊസിറു ബിനസീബി മിൻക അഹദൻ, താങ്കളിൽ നിന്നുള്ള ഓഹരി ഞാൻ ഒരാൾക്കും കൊടുക്കൂല. എന്തോ റസൂലുള്ള കുടിച്ചിന്റെ ബാക്കി കുടിക്കുക എന്നുള്ളൊരു ആവേശമാണുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ കുട്ടിക്കാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കുള്ള വലിയ മാതൃക എന്താ വെച്ചാല്, പലപ്പോഴും കുട്ടികളോട് അഭിപ്രായം ചോദിക്കുക. ആ വിഷയത്തിൽ മോന്റെ അഭിപ്രായം എന്താ, നമുക്ക് അങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതൊക്കെ പലപ്പോഴും നമ്മൾ അതൊരു ഡിസ്കഷൻ മോഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ എനിക്ക് പരിഗണന ലഭിക്കുന്നുണ്ട്.
എനിന്നെ ബഹുമാനിക്കുന്നുണ്ട്. ആ ബഹുമാനം അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ്, ആ പരിഗണന അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ഇങ്ങോട്ടും നമുക്ക് വിലയും പരിഗണനയൊക്കെ തരുള്ളൂ. എന്റെ മോനക്ക് ഇനി ഒരു വിലയില്ല, എന്റെ മോൾക്ക് ഞാൻ പറഞ്ഞ ഒരു വിലയില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണില്ല, കൊടുത്തതല്ലേ കിട്ടുള്ളൂ. നമുക്ക് അവരുടെ സൈക്കോളജി മനസ്സിലാകുന്നില്ല. അവരുടെ മാനസികാവസ്ഥയിൽ അവര് മുതിർന്ന കുട്ടികളാണ്. അവരുടെ മാനസികാവസ്ഥയിൽ അവർ നമ്മളെപ്പോലെ ഒരു വ്യക്തിയായിട്ടാണ് അവർ അവരെ കാണുന്നത്. അവരെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ അഭിപ്രായം ഇങ്ങോട്ട് പോയി, ആവശ്യമില്ലാത്ത കുട്ടികളൊന്നുമില്ല, അഭിപ്രായം പറയണ്ട അല്ലെ, എന്തൊക്കെ കമന്റുകളായിരിക്കും. അതോടുകൂടെ അവിടെ അടിച്ചൊതുക്കപ്പെടുകയാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പെരുമാറ്റം കൊണ്ട് മാതൃകയാകുക എന്നുള്ളതാണ് നാലാമത്തത്. നല്ല ക്ലിയർ ആണെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യാം. അഞ്ചാമത്തത് പ്രാർത്ഥനയിലൂടെ കവചമൊരുക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞ് പോസിറ്റീവായി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കിടെ ദേഷ്യം വന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു പോകുക, ഈ ഒന്നും ഒരു കാലത്തൊന്നും ഗുണം പിടിക്കൂല, ഒരു കാലത്തും ഈ നന്നാവൂല. പടച്ചോനെ എങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടായത്? ഇതൊക്കെ ശാപപ്രാർത്ഥനകളാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിലപ്പോൾ നമ്മളെ പ്രാർത്ഥന കൊണ്ടായിരിക്കും മക്കൾ തെറ്റിപ്പോണത്. പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള റോളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത്. കാരണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മക്കൾക്ക് എതിരെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു കുട്ടി, അതിഥികൾക്ക് വേണ്ടി ഉമ്മ ഭക്ഷണം ഒരുക്കി. ഒരു അതിഥി വരുന്ന സമയത്ത് ഭക്ഷണം ഒരുക്കണമെങ്കിൽ എത്ര റിസ്ക് ഉണ്ടാകും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ. സാധാരണ ഉണ്ടാക്കുന്ന വിഭവങ്ങളെക്കാൾ ഒന്നുകൂടി നല്ല വിഭവങ്ങൾ ഉണ്ടാക്കണം. അവര് വരുന്നതിന് മുമ്പ് ഇത് മാക്സിമം അതിന്റെ വർക്ക് കഴിക്കണം. അങ്ങനെ പ്രയാസപ്പെട്ട ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കുട്ടി വന്ന് ഈ മണ്ണ് വാരി ഭക്ഷണത്തിൽ കണ്ടിട്ടു. സാധാരണ ഏതൊരു ഉമ്മാന്റെയും കൺട്രോള് പോകുന്ന സമയമാണ്. ചീത്ത പറയുന്ന, ആ കുട്ടിയെ അടിക്കുന്ന, എന്തൊക്കെ വായിൽ വരുന്നു അതൊക്കെ പറഞ്ഞ് തന്റെ ദേഷ്യം തീർക്കുന്ന ഒരു സമയമാണ് പൊതുവിൽ. എന്നാൽ ആ ഉമ്മ ചെയ്തെന്താ വെച്ചാൽ ആ കുട്ടിയെ അങ്ങോട്ട് ചേർത്തി പിടിച്ചു. എന്നിട്ട് ആ ഉമ്മ ഒരു പ്രാർത്ഥന പറഞ്ഞു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ ഹറമിലെ ഇമാമാക്കി എന്റെ മോനെ മാറ്റണേ, ഹറമിലെ ഇമാമാക്കി എന്റെ മോനെ മാറ്റണേ. ആ മോനാണ് മഹാനായ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മഹാനായ അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫിളഹുല്ലാ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഹറമിൽ ഇമാമായി നിൽക്കുന്ന അറിയപ്പെട്ട ഇമാം. അപ്പൊ നിങ്ങൾ നോക്കിയൊരു ഉമ്മാന്റെ പ്രാർത്ഥന, പ്രതികൂല സാഹചര്യം വന്നിട്ട് പോലും അനുകൂലമായി പ്രാർത്ഥിച്ചു. മനസ്സിലായി? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ
അല അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലത്തദുഉ അല ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലത്തദുഉ അല അംവാലിക്കും, നിങ്ങൾ നിങ്ങളുടെ ധനത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. ലാ തുവാഫിഖു മിനല്ലാഹി സഅത്തൻ യുസ്അലു ഫീഹാ അതാഅൻ ഫയസ്തജീബു ലക്കും. ഒരു സമയമുണ്ട്, ആ സമയം ഈ പ്രാർത്ഥിക്കണ സമയവും ഉത്തരം ലഭിക്കപ്പെടുന്ന സമയം യോജിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടും. അപ്പൊ നിങ്ങളെ എതിരെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഭയപ്പെടണം. അപ്പൊ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഹിദായത്തിന് വേണ്ടി, അവരിൽ നിന്ന് കൺകുളിർമ ഉണ്ടാകാൻ വേണ്ടി. സൂറത്ത് ഫുർഖാനിലേക്ക് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലേ? സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് സത്യവിശ്വാസികളുടെ, അള്ളാഹുവിന്റെ പരമകാരുണ്യകന്റെ യഥാർത്ഥ അടിമകളുടെ ഗുണവിശേഷങ്ങൾ പറയുന്നിടത്ത് അവരിങ്ങനെ പ്രാർത്ഥിക്കും: ഇണകളിൽ, മക്കളിൽ കൺകുളിർമ നൽകണേ. കൺകുളിർമ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സന്തോഷം, സന്തോഷത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ. മക്കളെ കാണുമ്പോൾ, അവരുടെ ദീനീ ജീവിതം കാണുമ്പോൾ, അവരെ കാണുമ്പോൾ അവരെ കുറിച്ച് ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത് അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹിനോട് പറയാം. നമ്മുടെ എല്ലാ ടെൻഷനും നമ്മൾ ഇറക്കി വെക്കേണ്ട ഇടം റഹ്മാനായ റബ്ബിന്റെ മുമ്പിലാകണം. അത് കേവലം പ്രാർത്ഥന മാത്രം. ഞാൻ കുറെ പ്രാർത്ഥിച്ചു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം. വീണ്ടും ഞാൻ പറയുന്നു, പാരന്റിങ് എന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി കോൺഷ്യസ് ആയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? ഇസ്ലാമിക് പാരന്റിങ് കൃത്യമായിട്ട് പഠിച്ച് ഇസ്ലാമികമായി എൻ്റെ കുട്ടിയോട് എനിക്ക് ഇടപെടാൻ പറ്റണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ അതിനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഇസ്ലാമിക് പാരന്റിങ് ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കണം. അതിനുള്ളൊരു അവസരം ഹിമായ നമ്മുടെ മുമ്പിൽ വെക്കണം. ഇസ്ലാമിക് പാരന്റിങ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന 5 നേട്ടങ്ങൾ പറയാം. ഒന്നെന്ന് വെച്ചാൽ മക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഇപ്പൊ പലപ്പോഴും മക്കളുമായി നമ്മൾ ബന്ധം അകലെയാണ്, നമ്മൾ ദേഷ്യം പിടിക്കാണ്, നമുക്ക് അവരുടെ സൈക്കോളജി അറിയില്ല, നമ്മൾ ദേഷ്യം തീർക്കുന്നു, അവരും നമ്മളും അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇത് പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടപെടലുകളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നല്ല ബന്ധം ഉണ്ടാകും. മാത്രല്ല, മക്കൾ ഇസ്ലാമികമായ കാര്യത്തോട് വെറുപ്പുണ്ടാകുന്ന അവസ്ഥ, പലപ്പോഴും വെറുപ്പുണ്ടാക്കുന്നത് രക്ഷിതാക്കളാണ്. നമ്മളെ വെറുപ്പുണ്ടാക്കി എന്താ ഈ പറയണത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇസ്ലാമിക് പാരന്റിങ് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മുടെ ശൈലികൾ പലതും ശരിയായിരുന്നില്ല. നമ്മുടെ സമീപനങ്ങൾ പലരും ഇസ്ലാമികമായിട്ടുള്ള വീക്ഷണ കോണിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ നമുക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. പഠിക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ നമ്മുടെ ശൈലി ശരിയാകുമ്പോൾ, നമ്മുടെ പാരന്റിങ് മാറി അത് ഇസ്ലാമിക് പാരന്റിങ് ആയി മാറുമ്പോൾ മക്കളിലും ആ ഇസ്ലാമികമായ മാറ്റം വരും. ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. മൂന്നാമത്തത്, മക്കളെ എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റും. ഇസ്ലാമിക് പാരന്റിങ് പഠിച്ചു കഴിഞ്ഞാലാണ് ഡീലിങ് പറ്റുക. പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ഡീലിങ് ഭയങ്കര പ്രയാസമായി മാറും. ഓക്കെ. നാലാമത്തത്, മക്കൾ ഇരു ലോകത്തും കൺകുളിർമയായി മാറും. ഓക്കെ, ഈ നാല് കാര്യങ്ങൾ.
ഇൻഷാല്ലാ. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇത് ഞാൻ ജസ്റ്റ് 4ൽ ഒതുക്കുകയാണ്, നമ്മുടെ സമയത്തിന്റെ പരിമിതി മൂലം. അപ്പൊ ഇത് നമ്മൾ ചെയ്യുക എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 5 ദിവസത്തെ ഒരു തുടർ പഠനം, 5 ദിവസം ഇൻഷാല്ലാ നമ്മൾ ലൈവിൽ വന്ന്, നമ്മൾ ഇതുപോലെ ലൈവിൽ വന്ന് കാര്യങ്ങൾ പഠിക്കാം. 5 ദിവസം എന്താ പഠിപ്പിക്കുക? ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ അടിത്തറകളാണ്. ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ അടിത്തറകൾ എന്താണ്, അടിസ്ഥാനങ്ങൾ എന്താണെന്നുള്ളത് ഒന്നാമത്തെ ദിവസം പഠിക്കും. രണ്ടാമത്തെ ദിവസം നമ്മൾ പഠിക്കുക മക്കൾ നമ്മളെ അനുസരിക്കാൻ, അനുസരണയുള്ളവരാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്. അതാണ് രണ്ടാമത്തെ ദിവസം പഠിക്കുക. നമുക്കൊക്കെ ഉള്ള ഒരു ആശങ്ക എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞാൽ കേൾക്കണില്ല. അവിടെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കുറേ സംഗതികളുണ്ട്. മക്കളെ നന്നാകാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പേരൻസ് ആണ്. മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ്, പിന്നെ പേരൻസ് ആണ് അവനെ ഓരോ സംഗതിയാക്കി മാറ്റുന്നത് എന്നാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. അപ്പൊ പാരന്റിങ്ങിന് പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്, പാരന്റിങ്ങിന് പ്രാധാന്യമുണ്ട്. അപ്പൊ മക്കൾ നമ്മളെ അനുസരിക്കണമെങ്കിൽ നമ്മുടെ ശൈലികളിൽ, നമ്മുടെ സമീപനങ്ങളിൽ മാറ്റം വരണം. മൂന്നാമത്തത് മക്കളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും. മക്കളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോണത് മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും. അതൊരു നമ്മൾ നിലവിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എടുത്ത് ചർച്ച ചെയ്യുന്ന സെഷനായിരിക്കും അത്. നാലാമത്തത് നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ ദേഷ്യപ്പെട്ടു പോകുന്നു, നമുക്ക് നമ്മുടെ മനസ്സിനെ കൂളാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിച്ച് അതിജയിച്ച് എങ്ങനെ മനസ്സ് പോസിറ്റീവാക്കാൻ പറ്റും, അതിനുള്ള ഇസ്ലാമികമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നാലാമത്തെ ദിവസം പഠിക്കുക. അഞ്ചാമത്തെ ദിവസം വിജയിച്ച ഉമ്മയാകാനുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ്. ഈ 5 ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറകളിലൂടെ നമ്മൾ കടന്നു പോകും. അത് നമ്മുടെ പ്രായോഗിക തലത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള സംഗതിയാണ് ഇൻഷാല്ലാ നമുക്ക് കിട്ടാൻ പോണത്. ചില ബോണസ് ഗിഫ്റ്റുകളൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നൽകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എത്ര ആളുകൾ അത് പഠിക്കണം, അറിയണം, ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്? മീന്ന് ടൈപ്പ് ചെയ്യാം. ആഗ്രഹിക്കുന്ന ആളുകൾ മീന്ന് ടൈപ്പ് ചെയ്യാം. വലിയ കുട്ടികൾക്ക് വർക്കൗട്ട് ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. മനസ്സിലായോ? ഇതില് നമ്മുടെ മാനസികാവസ്ഥ മാറുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. ശരിക്കും മനസ്സിലായി, നമ്മുടെ മാനസികാവസ്ഥക്ക് മാറ്റം സംഭവിക്കണം, നമ്മുടെ നിലപാടുകൾക്ക് മാറ്റം സംഭവിക്കണം. അവിടെ തന്നെ ഒരു തൗഫീക്ക് വരാണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇപ്പൊ പാരന്റിങ് ക്ലാസ് ഒക്കെ കുറേ പാരന്റിങ് ക്ലാസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പാരന്റിങ് സെഷനുകൾ ഉണ്ട്. പക്ഷെ ഇത് ഇസ്ലാമിക് പാരന്റിങ് ആണ്. ഇവിടെ ഒരുപാട് അലൈൻമെന്റ്സ് ശരിയാക്കാണ്ട്. അത് ശരിയാകുമ്പോഴേ ശരിക്ക് നമ്മുടെ ഇടപെടലിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് ആ സെഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇതുവരേക്ക് കൊടുക്കാമോന്നോ എന്താ ചോദിച്ചാൽ മനസ്സിലായില്ല സുഫിയമ്മേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെഷൻ ഉള്ളത്. ഇതിന്റെ ആക്ച്വൽ ഫീസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് 1000 രൂപയാണ് ശരിക്ക് ഇതിന്റെ ഫീസ് വരുന്നത്. പക്ഷെ ഇൻഷാല്ലാ നമ്മൾ കൂടുതൽ ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യണം എന്നതുകൊണ്ട്
499 ഇതിന്റെ ഒരു ഓഫർ ഫീസായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 25 ആളുകൾക്ക് വെറും 199 രൂപക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മളത് ജോയിൻ ചെയ്ത് നിങ്ങൾ കുറച്ച് ഗൗരവത്തിൽ എടുത്ത് ജോയിൻ ചെയ്യുന്ന ആളുകൾ, പേയ്മെന്റ് ചെറിയ പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഗൗരവത്തിൽ ഇതൊന്ന് പിന്നെ എടുത്ത് ചെയ്യുന്ന ആളുകൾക്കാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുക. അതിൽ സാധാരണ യൂട്യൂബിലെ ക്ലാസ് കിട്ടുന്ന പോലെ അതും കേട്ടുപോകാം എന്നുള്ള ആളുകളൊന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി? നമുക്ക് മാറ്റം വരണം. ഒരു പാരന്റ് എന്ന നിലക്ക്, ഒരു മദർ എന്ന നിലക്ക്, ഒരു ഉമ്മ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു വല്ലുമ്മയാണ് നിങ്ങൾ അതടക്കം നമുക്ക്, കാരണം ഗ്രാൻഡ് പാരന്റിങ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അവിടെ നമ്മളുടെ നിലപാടുകളിൽ നമ്മൾ ഇസ്ലാമികമായിട്ട് അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമിക് പാരന്റിങ് മനസ്സിലാക്കി നമ്മൾ പിന്നെ പ്രാക്ടിക്കലാക്കുക എന്നുള്ളതാണ് നമ്മുടെ വലിയ ഉത്തരവാദിത്വം. കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാവും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അകലും എന്താ സംഭവിക്കുക വെച്ചാല് അവിടെ ഒരുപാട് മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ റാഞ്ചി കൊണ്ടുപോകാൻ ലഹരി മാഫിയകളുണ്ട്. അതുപോലെ തന്നെ ലിബറലിസത്തിന്റെ മോശപ്പെട്ട കൂട്ടുകെട്ടുകളുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മുടെ മക്കൾ നമ്മളുമായി നല്ല ഒരു ബന്ധത്തിലാകുമ്പോഴാണ് പല തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുള്ളൂ. അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അവരെ നമുക്ക് ദീനിൽ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ. നാളെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ ഉണ്ടാകണമെങ്കിൽ ആ മക്കളോടുള്ള ഇടപെടൽ, പടച്ചോനെ ഞാൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇസ്ലാമികമായി ഇസ്ലാമിക് പാരന്റിങ് എന്ത് എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അള്ളാഹുവെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഞാനത് കൃത്യമായി പരിശീലിക്കാൻ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഉദ്റ് പറയണമെങ്കിൽ, എക്സ്ക്യൂസ് പറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പാർട്ട് ചെയ്യണം. നമ്മളെന്താ വെച്ചാൽ നമ്മളൊന്നും പഠിക്കണില്ല, നമ്മളൊന്നും പരിശീലിക്കണില്ല, നമ്മൾ എന്നിട്ട് നമ്മുടേതായ കുറെ ശൈലി, നമ്മൾ കുറെ കണ്ടതും നമ്മൾ കുറെ ധാരണയിൽ നിന്ന് കുറെ സംഗതി എന്നിട്ട് അതങ്ങോട്ട് നമ്മൾ ചെയ്ത് തീർത്തു പോകാൻ. പലപ്പോഴും ഇസ്ലാമിക് പാരന്റിങ് പഠിക്കുമ്പോഴാണ് നമുക്കതിലെ അപകടങ്ങൾ തിരിച്ചറിയാൻ പറ്റുക. നമ്മുടെ സമീപരിച്ച് ശരിക്കും ആ സമയത്ത് ഇങ്ങനെയല്ലല്ലേ ഇടപെടേണ്ടത്, ഇങ്ങനെ ഇടപെട്ടാൽ സിമ്പിൾ ആയിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു അല്ലേ എന്നുള്ളത് ഓരോ തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കുക ഇത് പഠിക്കുമ്പോഴാണ്. അത് നമ്മൾ ഇസ്ലാമിക് പാരന്റിങ്, അതുപോലെ തന്നെ ആധുനികമായ മനഃശാസ്ത്രവും, അതിൽ നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള സംഗതി തന്നെയായിരിക്കും. പിന്നെ പലപ്പോഴും ആധുനികമായ ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ പാരന്റിങ്ങിന്റെ ഒരുപാട് അടിസ്ഥാനങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നത് അതൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിലുള്ളതാണ്. അതിന്റെ ഏറ്റവും മഹത്തായ സംഗതികളൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ മെത്തേഡുകളൊക്കെ വെച്ച് തന്നെ ഇസ്ലാമികമായി കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരമാണ്. ആ അവസരം ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ 79, ഈ ഒരു പോസ്റ്ററിന്റെ ഏറ്റവും അടിയിലുള്ളത് 7907 60 89 60 എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ 25 പേർക്കാണ് ആ പറഞ്ഞ 199 എന്നുള്ള ഓഫർ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ ഗ്രൂപ്പുകളിലൊക്കെ അതിന്റെ പിന്നെ കോൺടാക്ട് നമ്പർ വരും. നിങ്ങൾ ആ മാമിനെ കോൺടാക്ട് ചെയ്യുക, റംഷീന മാമാണ്, അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫീസ് അടക്കേണ്ട അതിൻ്റെത് അയച്ചു തരും. അതിന്റെ സ്ക്രീൻഷോട്ട്, ഫീസ് അടച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, പിന്നെ അതേ നമ്പറിലേക്ക് തന്നെ അയച്ചു കൊടുക്കണം. അപ്പോഴാണ് നിങ്ങളുടെ അഡ്മിഷൻ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ അഡ്മിഷൻ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. പക്ഷെ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഈ ഒരു ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ ഒരു ഇതുപോലുള്ള വർക്ക്ഷോപ്പിനെ നമ്മൾ നടത്തിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചായി അന്ന് തന്നെ പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു ഇസ്ലാമികമായുള്ള പാരന്റിങ് ഇപ്പോഴാണ് ശരിക്കും നമ്മൾ കേട്ടത്, നമ്മൾ പഠിച്ചത്. ഇതൊക്കെ ശരിക്കും ഒരുപാട് മുസ്ലിം സഹോദരങ്ങളിലേക്ക് എത്തേണ്ട സംഗതിയാണെന്ന് പലരും ഫീഡ്ബാക്ക് പങ്കുവെച്ചത് ഇന്ന് ഓർത്തുപോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അപാരമായ അതിന്റെ ഒരു തൗഫീക്കിന് വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കത് പഠിക്കണം, നമുക്കത് മനസ്സിലാക്കണം, നമുക്കത് ഉൾക്കൊള്ളണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇമായുടെ ഒരു രണ്ടാമത്തെ പ്രോഗ്രാം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ബീക്കൺ എന്ന് പറഞ്ഞ് GCC പഠിക്കുന്ന അവിടെ കഴിയുന്ന കുട്ടികളുണ്ട്. ഓൾറെഡി അവർക്കിപ്പോ വെക്കേഷൻ ആണ്, ഗൾഫിലുള്ള കുട്ടികൾ, അവർക്ക് വെക്കേഷൻ ആണ്. ഇപ്പൊ വെക്കേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവരുടെ ഇസ്ലാമികമായ ജീവിതത്തെ കുറിച്ചൊക്കെ പലപ്പോഴും രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടാകാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം 10 ദിവസത്തെ ബീക്കൺ എന്ന പേരിൽ, ബീക്കൺ GCC ടീൻ കോഴ്സ് എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ ഈ വരുന്ന ഓഗസ്റ്റ്
3 മുതൽ 10 ദിവസം അവർക്കുള്ള ഒരു കോഴ്സ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. 10 വയസ്സ് മുതൽ പിന്നെ 10 വയസ്സ് മുതൽ നമ്പർ ഇതാണ് സ്ക്രീനിൽ കാണാം. 10 വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് 15 16 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള സെഷനാണ് ഇൻഷാ അല്ലാഹ് ഉള്ളത്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താം. ഇനി പിന്നെ GCC-യിലില്ല, പിന്നെ ഓൾറെഡി നമ്മുടെ പിന്നെ നാട്ടിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരെയാണ് എന്ന് മാത്രം. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതിന്റെ കോഴ്സിന്റെ ഡേറ്റ് വരുന്നത് നമ്മളെ വർക്ക്ഷോപ്പ് 5 ദിവസത്തെ പാരന്റിങ് വർക്ക്ഷോപ്പിന്റെ ഡേറ്റ് വരും നമ്മൾ കാണുന്നത് ഇൻഷാ അല്ലാഹ് ഈ പിന്നെ മാസം ഓഗസ്റ്റ് 17, 18, 19, 20, 21 ഈ 5 ദിവസങ്ങളിലായിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സ്കൂളിന്റെ ഒരു ഓണം വെക്കേഷനിലേക്ക് നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ്. പിന്നെ ഓണം വെക്കേഷൻ ആവുമ്പോൾ പലപ്പോഴും പലരും എൻഗേജ് ആയിരിക്കും, പേരൻസ് ഒക്കെ യാത്രയിലും കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു സമയം കണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ എളുപ്പം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കിട്ടുന്ന ഒരു അവസരം, ഇനി ഇതുപോലൊരു വർക്ക്ഷോപ്പ് എപ്പോഴാണ് വരിക എന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം അവസരങ്ങൾ, അതെ ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവ് ക്ലാസ് ആണ്. ഓക്കെ, ലൈവ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് ലൈവിൽ പങ്കെടുക്കാം, ലൈവിൽ തന്നെയാണ് പങ്കെടുക്കേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നെ 4 ദിവസത്തിന്റെ റെക്കോർഡ് എന്ത് ചെയ്യുണ്ടാവും നിൽക്കുന്നുണ്ടാവും. 5-ാമത്തെ ദിവസം എന്തായാലും നിർബന്ധമായിട്ട് ലൈവിൽ തന്നെയാണ് പങ്കെടുക്കാൻ. കാരണം ലൈവിൽ പങ്കെടുക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ സംഗതി കിട്ടുക. ഓക്കെ, അപ്പൊ ഈ 2 പ്രോഗ്രാമിനും കുറിച്ചും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ദീനി ബോധത്തോടുകൂടെ വളർത്താനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച്, അത് ദീനിയായ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇബാദത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ഇടപെടലുകളിൽ മക്കളോട്, ഭർത്താവിനോട്, അതൊക്കെ ഇസ്ലാം എന്ത് പറയുന്നു അത് കൃത്യമായി പഠിച്ച് അറിഞ്ഞ് പ്രാക്ടിക്കലായി അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹു വബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.